നമസ്കാരം. പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പുതുവത്സര ആഘോഷങ്ങൾ നിരോധിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ കാവൽ പ്രധാനമന്ത്രിയായ അൻവർ ഉൽ ഹഖ് ഖക്കാറാണ് പുതുവത്സര ആഘോഷം നിരോധിച്ചതായുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെന്നും പുതുവത്സര ആഘോഷത്തിൽ സംയമനവും അതോടൊപ്പം തന്നെ വിനയവും പ്രകടിപ്പിക്കണമെന്നു കൂടി രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീനിലെ വളരെ ഗൗരവതരമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പലസ്തീൻ സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതുവത്സരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ഉണ്ടെങ്കിൽ അതിന് കർശനമായ വിലക്ക് ഏർപ്പെടുത്തുമെന്നുകൂടി ഇവർ പറയുന്നുണ്ട്. പലസ്തീനിലേക്ക് പാകിസ്ഥാൻ 2 സഹായ പാക്കേജുകൾ ഇതിനോടകം തന്നെ അയച്ചിട്ടുണ്ട്. 3ാമത്തെ പാക്കേജ് ഉടൻ തന്നെ തയ്യാറായി വരികയാണ് എന്നുകൂടി ഈ കാവൽ പ്രധാനമന്ത്രി പറയുന്നു. പലസ്തീന് സമയബന്ധിതമായി സഹായം നൽകാനും അതിനോടൊപ്പം തന്നെ ഗാസയിൽ കഴിയുന്നവരെ ഒഴിപ്പിക്കാനും ജോർദാനും ഈജിപ്തും മുൻകൈ എടുക്കണമെന്നും ഇത്തരത്തിലുള്ള ചർച്ചയിൽ പാകിസ്ഥാൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. വിവിധ ആഗോള വേദികളിൽ പലസ്തീൻ ജനതയുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നും ഇസ്രയേലിന്റെ രക്തച്ചൊരിച്ചിൽ തടയാൻ ഭാവിയിൽ തങ്ങൾ അത് തുടരുമെന്നുകൂടി പാകിസ്ഥാന്റെ കാവൽ പ്രധാനമന്ത്രി പറയുന്നു. അങ്ങനെ വലിയ കടക്കണിയിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും മുഴലിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ ഈ വർഷം പുതുവത്സര ആഘോഷങ്ങൾ കൂടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഭരണകൂടം അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.